അപ്പൊ നമ്മൾ പറഞ്ഞ ഫോട്ടോഗ്രാഫറുടെ റിസ്കി ഷോട്ട് ഇതാണ്. തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ പറയണേ. നമ്മളിവിടെ ഫ്ലവർ അറേഞ്ച്മെന്റും ബൊക്കെ, മാല, കാഴ്ച സമർപ്പണത്തിനുള്ള ട്രേകള് അങ്ങനെയൊക്കെ റെഡിയാക്കണ സമയത്ത് വരാക്കരത്തെ പിള്ളേര് അവിടെ പൊരിഞ്ഞ പണിയാണ്. മാല, ലൈറ്റ്, ആർച്ച്, അതിനുള്ള സെറ്റപ്പുകൾ റെഡിയാക്കല്, അങ്ങനെ ഒരുപാട് പണികളിലായിരുന്നു അവരും. അതിനുശേഷം ഇടവക വികാരിയായ ജെയ്സനച്ചൻ വീട്ടിൽ വന്ന് നമുക്ക് വൈകിട്ട് ഒരു പ്രാർത്ഥന ചടങ്ങുണ്ടായിരുന്നു. അതായത് നവവൈദികനാവാൻ പോകുന്ന എഡ്വിനച്ചന്റെ തിരുവസ്ത്രങ്ങളും കാസയും പിലാസയും ഒക്കെ വെഞ്ചിരിക്കുന്ന ചടങ്ങായിരുന്നു. ചടങ്ങ് കഴിഞ്ഞ് നല്ല ഒന്നാന്തരം ഒരു ഭക്ഷണ പരിപാടി ഉണ്ടായിരുന്നേ. നമ്മളുടെ ഈ കല്യാണത്തിന്റെ തലവസൊക്കെ പോലെയാണല്ലോ ഇവർക്ക് ഇതിന്റെ തലവസം. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടൊന്നിറങ്ങി. അവിടെ നമ്മുടെ ജിയോച്ചനും സെബിയച്ചനും കൂടി നമ്മുടെ പള്ളി ഡെക്കറേഷൻ പരിപാടികൾ അവിടെ ചടപടേന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇനി എനിക്കൊരു സത്യം പറയാണ്ട്, വരാക്കരക്കാരെ, ഇത് നിങ്ങൾ കാണുന്ന കാരണമല്ല, പക്ഷെ ഇത്ര നാളെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മരത്താക്കര പള്ളിക്കാരെ ഭയങ്കര സൂപ്പർ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആ ഒരു ആകാംക്ഷയും പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ എനിക്കത് തെറ്റിന്ന് മനസ്സിലായി. നിങ്ങളും ഭയങ്കര സൂപ്പറാന്നേ.